എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രനോട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടന് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് കടകളൊക്കെ തുറക്കാം എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, എനിക്ക് പേടിയൊന്നുമില്ല, കാരണം ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയും, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് 3 കടകളും തുറന്നേക്കാം എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് ഗോവർദ്ധൻ അലീനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അലീൻ ഇങ്ങനെ ഈ കോളനി പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ വീട്ടിലെ ഒരു അംഗം എന്ന നിലയിൽ പോകുന്നത് ശരിയല്ല എന്ന് പറയുവാണ്. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും, ഏട്ടന് പറയാൻ മേലെ പോകരുത് എന്ന് പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പോകരുത് എന്ന് പറഞ്ഞാൽ അവൾ പോകില്ല, പക്ഷേ മനസ്സിലൊരു കരട് കിടക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയാകിയല്ല. പിന്നെ ഒരു കുടുംബത്തിൻ്റെ ചട്ടക്കൂടിലൊന്നും അല്ല അവൾ വളർന്നു വന്നത്. കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് മുളച്ചു വന്ന ഒരു അലങ്കാരം മാത്രമാണ് അവൾക്ക്. അവൾ ചാരിറ്റി ചെയ്ത് ജീവിച്ച പെൺകുട്ടിയാണ്. അങ്ങനെ ചാരിറ്റി ചെയ്യാൻ പഠിപ്പിച്ച ഒരമ്മയാണ് അവളെ വളർത്തിയത്. ആ അമ്മ പറഞ്ഞു കൊടുത്തതേ അവൾക്കറിയൂ, അതുകൊണ്ട് അവൾ ആ രീതിയിൽ ചിന്തിക്കുള്ളൂ എന്ന് പറയുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എങ്കിൽ അലീനയും ശരണ്യയും തമ്മിലുള്ള ബന്ധം വെച്ച് എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് നോക്കിയാലോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കും, താൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ശരണ്യ കോടതിയിൽ ചെല്ലുമ്പം രോഹിത്ത് പാവമാണ്, അവൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്ത് രക്ഷപ്പെടില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, താൻ ഈ രീതിയിലുള്ള പൊട്ടത്തിലൊന്നും പറയല്ലേ, അലീന ഏതായാലും ആ രീതിയിൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ഞാനും ഇതിനെക്കുറിച്ച് അലീനയോട് സംസാരിക്കില്ല. എനിക്കൊരു ആത്മാഭിമാനമുണ്ട്, ഞാൻ അവളോട് ഇങ്ങനെയൊരു കാര്യം ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ മുമ്പിൽ എനിക്കെന്ത് വില കിട്ടും, അതിനെപ്പറ്റി താൻ ചിന്തിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നു. അപ്പോഴത്തേക്കും രണ്ടുപേർക്കുള്ള ചായയൊക്കെ ആയിട്ട് സുലോചനയും കൃഷ്ണമോളോട് അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. വൈജയന്തിയെ കാണാൻ വേണ്ടി ശിവനും കമലയും കൂടെ വന്നിട്ടുണ്ട്. അവർ വന്ന് കയറി കഴിയുമ്പം ശിവൻ ചോദിക്കും, എങ്ങനെയുണ്ടടി, ഇപ്പോൾ എങ്ങനെയാണ്, കുറവായോ, വീട്ടിൽ പോകാറായോ എന്നൊക്കെ ചോദിക്കുമ്പം പ്ലാസ്റ്റർ വെട്ടാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയും. എത്ര കാലമായില്ല ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എന്ന് ശിവൻ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ശരിക്കും ഞാൻ മടുത്തു, ചില സമയം ഇവിടുന്ന് ഇറങ്ങി ഓടാൻ എനിക്ക് തോന്നും എന്ന് പറയുമ്പം ആ പൊട്ട സാധനം കമല പറയുവാണേ, ഓ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നീ എങ്ങനെ ഇറങ്ങി ഓടുമെന്നാ, ഈ കാല് വയ്യാത്തപ്പോൾ അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ഏട്ടത്തി, ഇവിടുന്ന് ഇറങ്ങി ഓടാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ മാനസികാവസ്ഥ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുവാണ്. അന്നേരം കമല പറയുന്നുണ്ട്, അല്ല ഇങ്ങനെ ഈ ഒരേ ഒരു കിടപ്പ് ഇങ്ങനെ കിടക്കുവാണല്ലോ, ആരും സഹായിക്കാനൊന്നും ഇല്ലല്ലോ, അന്നേരം ഇങ്ങനെയൊക്കെ തോന്നും എന്ന് പറഞ്ഞ് കുത്താൻ ചെല്ലുവാണ്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് ശിവന്, നീ ഒന്നും മിണ്ടാതിരിക്കും, നീ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത് എന്ന് പറയും. അദ്ദേഹം കമല അടുത്ത കാര്യം എടുത്തിടുവാണ്, അതേ വൈജയന്തി, എന്തായി ആ അലീനയുടെ കാര്യം, അവളുടെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ആർക്കറിയാം, ഞാൻ അന്വേഷിക്കാനൊന്നും പോകാറില്ല, അവളുടെ കാര്യം ഏകദേശം തീരുമാനമായേനെ, എന്ത് ചെയ്യാനാ, കഷ്ടകാലത്തിന് ആ തീപ്പെട്ടി കത്തിയില്ല, അല്ലെങ്കിൽ അവളിപ്പോൾ തീർന്നേനെ എന്നൊക്കെ പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, വൈജയന്തി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് കേട്ടോ എന്ന്. അന്നേരം എന്ത് കാര്യം സംസാരിക്കരുതെന്നാണ് പറയുന്നത്, ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് ശിവനോട് ചോദിക്കുന്നുണ്ട്, ജയിലിൽ പോയായിരുന്നോ, ഹരിയെയും രോഹിത്തിനെയും കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്തിനെ കാണാൻ പറ്റിയില്ല, ഹരിയെ മാത്രം കണ്ടോളൂ, അതിനെ അനുവാദം കിട്ടിയോളൂ എന്ന് പറയുമ്പോൾ, ഓ ശിവേട്ടൻ്റെ മോൻ്റെ കാര്യം മാത്രം നോക്കിയില്ലേ, എൻ്റെ മോൻ്റെ കാര്യമൊന്നും അന്വേഷിച്ചില്ല അല്ലേ എന്നിങ്ങനെ പരിഭവം പറയുക. അന്നേരം ശിവൻ ചോദിക്കും, നീ എന്താ അങ്ങനെ സംസാരിക്കുന്നത്, അവനെ കാണാൻ അവൻ്റെ അച്ഛനില്ലേ, അയാൾ പോയി കാണും എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അയാൾ പോകത്തൊന്നുമില്ല, അയാൾ അവിടെ അലീനയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറയുമ്പം വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് ശിവൻ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു, നിൻ്റെ ഈ ദുഷിച്ച മനസ്സൊന്ന് മാറ്റ്, എങ്കിൽ തന്നെ പകുതി ശരിയാകും എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ്, എൻ്റെ ദുഷിച്ച മനസ്സിന് കുഴപ്പമൊന്നുമില്ല, അവൾ കയറി വന്നേ പിന്നെയാണ് എല്ലാം നശിക്കാൻ തുടങ്ങിയത്, അവൾ ഉടനെ ഒന്നും പോകില്ല എന്നും എനിക്കറിയാം, അവൾ അങ്ങനെയൊന്നും തീർന്നു പോകത്തില്ല, ഇനിയും കുറേ നശിപ്പിക്കാനുണ്ടല്ലോ, എന്നെയും ബാലേന്ദ്രനെയും രണ്ടു വഴിക്ക് ആക്കണ്ടേ, ശിവേട്ടൻ നോക്കിക്കോ, ഇനി അവൾ ആ ശരണ്യയുടെ അടുത്ത് പോയി കൂട്ടുകൂടി അവർ രണ്ടും കൂടി കോടതിയിൽ വന്ന് മിക്കവാറും ഹരിക്കും രോഹിത്തിനും എതിരെ തെളിവ് കൊടുക്കും, ആ മാതിരി സാധനം അവൾ എല്ലാം നശിപ്പിച്ചിട്ട് അവൾ അടങ്ങുള്ളൂ പിശാച് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഈ ദൂഷിച്ച വാക്ക് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭേദം ഞാൻ പോകുന്നതാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശിവൻ അങ്ങ് ഇറങ്ങിപ്പോവും. പിന്നെ വേറെ നിവൃത്തിയില്ലാതെ കമല അങ്ങ് പോകുമല്ലോ, ദേഷ്യപ്പെട്ട് അവിടെ കിടപ്പുണ്ട് വൈജയന്തി.
പിന്നെ കാണിക്കുന്നത് വീട്ടിൽ വന്നതിന് ശേഷം ശിവൻ്റെ അടുത്ത് ഫോൺ കൊണ്ട് കൊടുക്കുവാണ് കമല. എന്നിട്ട് ബാലേന്ദ്രനെ വിളിക്കാൻ പറയും. അപ്പോൾ എന്തിനാ എന്ന് ചോദിക്കുമ്പം അവിടെ രോഹിത്തിൻ്റെ കാര്യത്തിന് വേണ്ടി അങ്ങേര് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയാലോ എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ, നമ്മളിവിടെ നെട്ടോട്ട് ഓടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെയല്ലേ എന്നിങ്ങനെ പറയുമ്പം കമല പറയുന്നുണ്ട് ആ ആലീന ഇപ്പോൾ 2-3 തവണ ശരണ്യയുടെ അടുത്ത് പോയി എന്നറിഞ്ഞത് ഇനി ആ ശരണ്യെ സ്വാധീനിച്ച് രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ട് എങ്കിൽ ആ കൂടെ ഹരിയുടെ പേരൂടെ പറയിപ്പിക്കണം എന്ന് പറ, അങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷപ്പെട്ടെ നിങ്ങളൊന്ന് പറ എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കുകയില്ല എന്നാണ് ശിവൻ പറയുന്നത്. പക്ഷെ കമല സമ്മതിക്കത്തില്ല കേട്ടോ, നിർബന്ധിച്ച് അങ്ങോട്ട് ഫോൺ വിളിപ്പിക്കും. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ എടുക്കുന്നു. എടുത്തു കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം താൻ ഒരിക്കൽ പോലും ഒന്ന് വിളിച്ചില്ലല്ലോ, എന്താ വിളിക്കാത്തത് എന്ന് ചോദിക്കുമ്പം വിളിച്ചിട്ട് എന്ത് പറയാനാ എന്ന് ചോദിക്കും. അന്നേരം തൻ്റെയും എൻ്റെയും മോൻ ജയിലിൽ കിടക്കുമല്ലേ, അതിനെപ്പറ്റി സംസാരിക്കാൻ മേലെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിനെപ്പറ്റി എന്ത് സംസാരിക്കാനാ, ഇനിയിപ്പം റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ജാമ്യത്തിലെടുക്കാൻ പറ്റുമായിരിക്കും, അതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അന്നേരം ശിവൻ പറയുന്നുണ്ട് ശിവൻ ഒരുപാട് ഓടി നടന്നു, വക്കീൽമാരെയും ഒക്കെ കണ്ടു, അതുപോലെ രാഷ്ട്രീയക്കാരെ കണ്ടു, എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു നിർവാഹവുമില്ല, എല്ലാവരും ഇപ്പോൾ ആ ജീവിതയുടെ കൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ നടക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ രോഹിത്തിനെ കാണാൻ പോയില്ല, നാളെ ഒന്ന് അവനെ കാണാൻ പോകണമെന്ന് കരുതിയേ ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശിവൻ പറയുവാണ് അവരെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നിയത് അലീനയാണ്. അലീന ഏതായാലും ശരണ്യയുടെ അടുത്ത് പോകുന്നുണ്ടല്ലോ, ആ സ്ഥിതിക്ക് ശരണ്യയ്ക്ക് കുറച്ച് പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കിയാലോ. ഞങ്ങൾ അതിന് ശ്രമിച്ചതാണ്, പക്ഷേ ബാക്കി എല്ലാവരും സമ്മതിച്ചു, അവരുടെ വീട്ടുകാരെ ഒന്ന് സമ്മതിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല, മീഡിയ അറിഞ്ഞ് ലോകത്തുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞ് ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം നമ്മൾ പൈസ കൊടുത്ത് കേസ് അട്ടിമറിക്കാൻ നോക്കിയാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല, അത് കൂടുതൽ നാണക്കേടിന് വഴിവെക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവൻ പറയുവാണ് അലീന ഏതായാലും അവിടെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ആ സ്ഥിതിക്ക് അലീനെ കൊണ്ട് ഒന്ന് സ്വാധീനിപ്പിച്ചാലോ, അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുക നമുക്ക് കൊടുക്കാം, 4 പേർക്കും ഒരു 25 ലക്ഷം വെച്ച് കണക്കാക്കി 1 കോടി രൂപ നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല, അലീന ആ രീതി ചിന്തിക്കത്തില്ല, ഞാൻ അവളോട് ആ രീതിയിൽ സംസാരിക്കുകയില്ല, ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മനുഷ്യൻ താഴുന്നതിന് ഒരു പരിധിയില്ലേ, വെറും കൃമികീടമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് നടക്കുകയില്ല എന്ന് പറയുന്നു. വേറൊന്നും സംസാരിക്കാനില്ലെങ്കിൽ ഫോൺ വെച്ചോളാൻ പറയുവാണ്. ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് സ്പീക്കർ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇടയ്ക്ക് കമലയുടെ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നേ, അങ്ങനെ പോയി രക്ഷപ്പെടുത്തി നോർത്ത് എന്നാ കുഴപ്പം, ശരണ്യോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കും, ശ്രമിച്ചു നോക്കാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെക്കുന്നതിന് മുമ്പ് ബാലൻ പറയുന്നുണ്ട് ഈ കമലയുടെ എന്തെങ്കിലും പൊട്ടബുദ്ധി പറയുമ്പോൾ അതിനകത്ത് ശിവേട്ടൻ തുള്ളാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കമലയ്ക്ക് ദേഷ്യമാക്കി. അതിനുശേഷം ശിവൻ പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ല, എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണ്ടേ, മക്കളായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞ് ശിവന് ദേഷ്യം വന്നേ. ശിവൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാ വിളിക്കണ്ട എന്ന്, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, അലീന ആ രീതി ചിന്തിക്കുന്ന പെൺകുട്ടിയല്ല എന്നൊക്കെ പറയുമ്പം ദേഷ്യം വരും കമലയ്ക്ക്. കമല പറയുക പിന്നെ അവൾ അങ്ങനെയൊന്നും ചിന്തിക്കുകയല്ല, അവളെയും കൂടി ഒരു പ്രയോജനവും ഇല്ല, എന്നിട്ട് എല്ലാവരും കൂടി അവളെ തല വെച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് ചീത്തയും പറഞ്ഞ് തുള്ളിക്കൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കമല. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ കൊല്ലപ്പള്ളിക്ക് വരുവാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതേ മുകളിൽ മനു നിൽപ്പുണ്ടായിരുന്നു. ഹായ് എങ്കിളെ കയറുക എന്ന് പറയുമ്പോൾ നീ ഇവിടെ ഉണ്ടോ, നിൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ട് എന്ന് പറയും. കൊച്ചച്ഛനുണ്ടോ എന്ന് ചോദിക്കുമ്പം കൊച്ചച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ല, എപ്പോൾ വരുന്ന അറിയില്ല എന്ന് പറയും. നീ ഈ വീട്ടിലൊന്നും അല്ല താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ചിരിച്ചുകൊണ്ട് മനു പറയുന്നുണ്ട് ഈ വീട്ടിലും താമസിക്കാറുണ്ട് എന്ന്. അങ്കിൾ കയറുക എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട് മനുവും. അന്നേരം മനു ഓടി ഇറങ്ങി വന്നെ കാണുമ്പോൾ കമല ചോദിക്കും ആരാടാ വന്നത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ അങ്കിളാണ് എന്ന് പറയുമ്പോൾ കമലയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുകയല്ലേ. ഏതായാലും ബാലൻ അകത്തോട്ട് കയറി വരും. എന്നിട്ട് ശിവേട്ടൻ എന്ത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ശിവേട്ടൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറയും. അന്നേരം മനു ഇരിക്കങ്കിളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് നാളായല്ലോ അങ്കിൾ ഇങ്ങോട്ട് വന്നിട്ട് എന്ന് പറയുമ്പം അലീന ഇവിടുന്ന് പോകുന്ന ദിവസം വന്നതാണ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റിയൊന്നും ഓർമ്മയില്ല, ഞാനന്ന് ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് പറയുവാണ് മനു. എന്നിട്ട് മനു പറയും അച്ഛനിപ്പോൾ വരും, അങ്കിൾ ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പം ബാലൻ പറയുന്നുണ്ട് വേണ്ട, ശിവേട്ടൻ വരുന്ന സമയം കൊണ്ട് ഞാൻ അമ്മയൊന്ന് കാണട്ടെ, അമ്മയെ കണ്ടിട്ട് കുറച്ച് നാളായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലോട്ട് കയറി ചെല്ലുവാണ്. അവിടെ കയറി ചെന്നിട്ട് ഒരു ചിരിയോടെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ, സുഖമാണോ ഇവിടെ എന്ന്. അതെന്താ ബാല നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം
ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല അവിടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി അലീനെ നോക്കി കൊണ്ട് നടന്നപ്പോൾ ഭയങ്കര പരാതിയായിരുന്നല്ലോ പലർക്കും, അതുകൊണ്ടാണല്ലോ മോൾ ഇവിടെ കൊണ്ടുവിട്ടത്, അതുകൊണ്ട് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കും, എങ്ങനെയാ എല്ലാ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ, എല്ലാ വിശേഷങ്ങളും അറിഞ്ഞായിരുന്നോ, കൊച്ചുമക്കൾ രണ്ടുപേരും അങ്ങ് ജയിലില്ല അതും അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞു, ഇതിപ്പോൾ നീ എന്തിനാ എന്നോട് വന്ന് പറയുന്നത്, എന്നെ വിഷമിപ്പിക്കാനാണോ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വിഷമം എന്താണ്, സങ്കടം എന്താണ് എന്ന് എല്ലാവരും അറിയണ്ടേ, ഒരുപാട് അഹങ്കാരത്തോടെ ഓടി നടന്ന ഒരു മോളുണ്ടായിരുന്നു, അത് ഒരുപാട് ഉയരത്തിൽ നിന്ന് എടുത്ത് ചാടിയത് അഹങ്കാരം കാരണം, ഇപ്പോൾ എവിടെ കിടക്കുന്നതെന്ന് അറിയാലോ, 2 കാലും ഒടിഞ്ഞ് അങ്ങ് ഹോസ്പിറ്റലിൽ കിടക്കുക, ഹോസ്പിറ്റലിലോട്ട് ആരും കൊണ്ടാകാത്തത് കൊണ്ട് കണ്ടില്ലായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കൊന്നും കാണണ്ട, അങ്ങ് പോയാൽ മതി എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പോകാൻ സാധിക്കില്ല, ഇവിടെ ചെയ്ത് കൂട്ടിയതൊക്കെ അനുഭവിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറയുവാണ്. അതിനിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട്, ആരും മോശമല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നൊക്കെ. അന്നേരം ബാലൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞോ, അത് നല്ലതാണ് എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ പയ്യെ അടുത്തങ്ങിരിക്കും. എന്നിട്ട് ബാലേന്ദ്രൻ വൈജയന്തിയെ പറ്റി പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവളെ ആദ്യം തന്നെ നീ നിലയ്ക്ക് നിർത്തണമായിരുന്നു, അങ്ങനെ നിലയ്ക്ക് നിർത്താത്തത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെയായി പോയത് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അങ്ങ് പച്ചയ്ക്ക് തന്നെ പറയുവാണ്, പിഴച്ച് പ്രസവിച്ച ഒരു മകളെക്ക് കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, നല്ലൊരു ഭർത്താവിന് കിട്ടുമ്പം ആ ഭർത്താവിന് എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടത്, ആ കിടാവിളക്ക് അണയാതെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് അമ്മ പറഞ്ഞു കൊടുത്തായിരുന്നോ, ഇല്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെയല്ലേ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അപ്പോൾ ഇതൊക്കെ സംഭവിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെയാണ് 22 വർഷം ഞാൻ അനുഭവിച്ചത് ഒന്നും അറിയാതെ, ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുന്നു എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശി, നീ ഇതെല്ലാം മനസ്സിലിട്ടുകൊണ്ടാണോ പെരുമാറുന്നത്, അവൾക്ക് ബുദ്ധിയില്ലാത്ത സമയത്ത് അവൾ എന്തോ ചെയ്തു, അത് ബുദ്ധിയുള്ള നീ ക്ഷമിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ബുദ്ധിയില്ലെന്നോ, അവൾക്കോ എന്നേക്കാൾ വിദ്യാഭ്യാസവും അഹങ്കാരവും എല്ലാം അവൾക്ക് കൂടുതലുണ്ട്, അതിൻ്റെയാണ് അവൾ ഈ കാണിച്ചു കൂട്ടിയതെല്ലാം. പിന്നെ ഞാൻ ഈ ഇടയ്ക്കാണല്ലോ അറിഞ്ഞത്, ഒരു കുടുംബം മൊത്തം എന്നെ ചതിക്കാൻ വേണ്ടി ഒന്നിച്ച് ഒറ്റ മനസ്സോടെ നിൽക്കുമായിരുന്നു എന്ന്, അങ്ങനെ പല സത്യങ്ങളും പാമ്പ് മടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ഞാൻ അറിഞ്ഞു, അതിൻ്റെ തീച്ചൂളയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി ഒന്നും പറയാനില്ലാതെ ഇങ്ങനെ മുഖം താഴ്ത്തി നിന്നെല്ലാം കേൾക്കും കേട്ടോ. അതിൻ്റെ കൂടെ ബാലേന്ദ്രൻ എടുത്തു പറയുന്നുണ്ട്, സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന്. അതോടെ കേൾക്കുമ്പോഴേക്കും ആകെ തളർന്നു പോകും മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുന്നു. ഏതായാലും കട്ടക്കലിപ്പിലാണ് ബാലേന്ദ്രൻ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിലും കമല പറയുവാണ്, അലീനയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ശരണ്യെ സ്വാധീനിക്കണം, അത് അലീനെ വിചാരിച്ചാൽ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളെ അതിനൊന്നും കിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് മനുവിനോടും പറയുന്നുണ്ട്, മനുവും അലീനയുടെ സൈഡല്ലേ നിൽക്കുകയുള്ളൂ, അതുകൊണ്ട് മനുവിനോട് പറയുന്നുണ്ട്, ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനത്തിൻ്റെ വില എന്താണെന്ന് നിൻ്റെ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് ശിവനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരമാണ് കമലയുടെ ഡയലോഗ്, കുടുംബക്കാരാണെങ്കിൽ, കുടുംബത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ ഇതൊക്കെ ചെയ്യുമെന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കുടുംബക്കാരോ, ഏത് കുടുംബത്തിലെയാണ് അലീന, ഈ കുടുംബത്തിലെയാണോ അതോ അങ്ങ് കൈതക്കൽ കുടുംബത്തിലെയാണോ, ഏതാ ശിവേട്ട ഒന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ ആകെ അങ്ങ് പകച്ച് എന്ത് പറയണമെന്ന് അറിയാൻ നിൽക്കുന്ന ശിവനെയും കാണിക്കുന്നുണ്ട്.